മലയാളം പദ്യമാധുരിയിലെ പാഠം 2 വേർപാടിൻ്റെ വേദന. ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജീവിതകാലം 16-ാം നൂറ്റാണ്ടാണ്. അതായത് ഒരു നൂതന കവിതാ പ്രസ്ഥാനം മലയാളത്തിൽ ഉദ്ഘാടനം ചെയ്ത കവിയാണ് എഴുത്തച്ഛൻ. പാട്ടുപ്രസ്ഥാനത്തിൽ നിന്നും മണിപ്രവാള പ്രസ്ഥാനത്തിൽ നിന്നും തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടതിനെ കൈക്കൊണ്ടും അദ്ദേഹം മലയാള ഭാഷയുടെയും സാഹിത്യത്തെയും ശക്തമാക്കി തീർത്തു. അതായത് സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും അതിപ്രസരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് തനതായ ഒരു ശൈലി, സ്വതന്ത്രമായ ഒരു ശൈലി അദ്ദേഹം നൽകി. അതോടൊപ്പം തന്നെ ഭോഗവിലസതയിൽ മയങ്ങിക്കിടന്നിരുന്ന ജനതയെ അദ്ദേഹം ഭക്തിയുടെ ഉത്തുംഗതയിലേക്ക് നയിച്ചു. അദ്ദേഹം തുടങ്ങിവെച്ച കിളിപ്പാട്ടു പ്രസ്ഥാനം പുതിയൊരു രീതിക്ക് തുടക്കം കുറിച്ചു. മഹാഭാരതം, രാമായണം, ഭാഗവതം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കൃതികളാണ്. ചിന്താരത്നം, അതോടൊപ്പം തന്നെ ഹരിനാമ കീർത്തനം, ദേവീമാഹാത്മ്യം തുടങ്ങിയ കൃതികളും അദ്ദേഹം രചിച്ചതാണെന്ന് കരുതപ്പെടുന്നു. അധ്യാത്മക രാമായണം കിളിപ്പാട്ടിലെ അയോധ്യ കാണ്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം. വനയാത്രയ്ക്കൊരുങ്ങുന്ന ശ്രീരാമൻ അമ്മയോടും ഭാര്യയോടും സഹോദരങ്ങളോടും യാത്രാനുമതി വാങ്ങുന്ന വികാര നിർഭരമായ രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് അയോധ്യാകാന്ഡം എന്ന് പറയുന്നത്. ആ അയോധ്യാകാന്ഡത്തിലെ ചെറിയ ഒരു പാർട്ടാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അർത്ഥം ഞാൻ തന്നിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. അർത്ഥം തന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതായത് വാക്കുകളിലെ തെറ്റ് കണ്ടെത്താൻ പരീക്ഷയ്ക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ശരിയായിട്ടുള്ള വാക്കുകൾ കൃത്യമായി തിരിച്ചറിയാനാണ് ഈ വാക്കുകൾ നൽകുന്നത്. അതോടൊപ്പം യഥാർത്ഥ പാഠഭാഗം കണ്ട് വായിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും. അഞ്ച് വാക്യത്തിൽ ഉത്തരമെഴുതാനുള്ള ഒന്നാമത്തെ ചോദ്യം: രാഘവനർത്ഥം പറഞ്ഞു കേട്ടൊരു രാകാശിമുഖി താനും അരുൾ ചെയ്തു. എന്തെല്ലാമാണ് അരുൾ ചെയ്തത് എന്നുള്ളതാണ്. ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി പ്രിയ പത്നിയായ സീതയോട് യാത്ര ചോദിക്കാനെത്തി. താൻ വനത്തിലേക്ക് പോയാൽ മാതാവിനെ പരിചരിച്ച് സന്തോഷത്തോടെ കൊട്ടാരത്തിൽ വസിക്കണമെന്ന് രാമൻ സീതയെ ഉപദേശിച്ചു. വനത്തിലേക്ക് പോയാൽ താനും വരുന്നുണ്ടെന്നും രാമൻ തൻ്റെ പിന്നാലെ വേണം വരാനെന്നും സീത രാമനെ അറിയിച്ചു. ശ്രീരാമൻ തന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലെന്ന് സീത പറഞ്ഞു. ഇതാണ് ആ വരികളുടെ ആശയം, അല്ലെങ്കിൽ അരുൾ ചെയ്ത കാര്യം. അടുത്തത്, ശ്രീരാമൻ കൗസല്യയെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ശ്രീരാമനെ പിരിയുന്നതിൽ മാതാവായ കൗസല്യ വളരെയേറെ ദുഃഖിച്ചു. ആത്മാവിനെ അറിയാത്തവരെ പോലെ അനാവശ്യമായി ദുഃഖിക്കരുതെന്ന് ശ്രീരാമൻ മാതാവിനെ ഉപദേശിച്ചു. 14 വർഷം വനത്തിൽ വസിച്ച ശേഷം താൻ മടങ്ങി വരും. അതിന് അമ്മ എന്നെ അനുഗ്രഹിക്കണം. അച്ഛൻ്റെ ഇച്ഛ നിറവേറ്റുവാനാണ് താൻ വനത്തിലേക്ക് പോകുന്നത്. അതിനാൽ അമ്മ മറിച്ച് ചിന്തിക്കരുത്. അമ്മ സന്തോഷമായി എന്നെ യാത്രയച്ചാൽ കാനനവാസം എനിക്ക് സുഖമായി വരും, അതായത് വനവാസം എനിക്ക് സുഖമായി വരും എന്നിങ്ങനെ പറഞ്ഞാണ് ശ്രീരാമൻ കൗസല്യയെ ആശ്വസിപ്പിക്കുന്നത്. അടുത്തത്, ലക്ഷ്മണൻ്റെ ആവശ്യം എന്തായിരുന്നു? എളുപ്പമുള്ള ചോദ്യമാണ്. ശ്രീരാമൻ വനത്തിലേക്ക് യാത്രയാകുന്നത് അറിഞ്ഞ് ലക്ഷ്മണനും ദുഃഖിച്ചു. ശ്രീരാമൻ്റെ പാദപൂജ ചെയ്യുന്നതിനായി താനും വനത്തിലേക്ക് വരുന്നുണ്ടെന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമൻ അതിനെ അനുവദിക്കണം, അല്ലെങ്കിൽ താൻ പ്രാണൻ വെടിയുമെന്ന് ലക്ഷ്മണൻ പറയുന്നു. ഇതിൽ പഠിക്കുന്നതിൽ ഈ അടുത്ത കാലഘട്ടത്ത് 10th +2 ഒക്കെ കഴിഞ്ഞവർക്ക് ലക്ഷ്മണ സാന്ത്വനം എന്നൊരു പാഠം പഠിക്കാനുണ്ട്. ആ ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നതും സെയിം പാഠം തന്നെയാണ്. അതായത് കേരള പാഠാവലിയിലെ ആദ്യ പാഠമാണത്. അതിൽ വനവാസത്തിന് പോകാനൊരുങ്ങുന്ന ശ്രീരാമൻ, ജ്യേഷ്ഠൻ പോകാനൊരുങ്ങുന്ന കാര്യം അറിയുന്ന ലക്ഷ്മണൻ അത്യധികം കുപിതനായി കടന്നു വരികയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതുമാണ് പാഠഭാഗം. അപ്പോൾ അതുപോലെ അതേ സെയിം ആശയം തന്നെയാണ് ഇവിടെ വരുന്നതും. പക്ഷേ ആ പാഠത്തിൽ നിരവധി സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകാനാണ് ആ പാഠം അതിലിട്ടിരിക്കുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആ സംഭവ കഥകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അടുത്തത്, ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതാനുള്ള ചോദ്യമാണ്. വനവാസത്തിൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് ശ്രീരാമൻ സീതയെ
ഉപദേശിച്ചത് എങ്ങനെയാണെന്നാണ് ചോദ്യം. താത നിയോഗമനുസരിച്ച് വനവാസത്തിന് പുറപ്പെടുന്നതിന് മുന്നോടിയായി ശ്രീരാമൻ സീതയോട് യാത്ര ചോദിക്കാനെത്തി. വനത്തിലേക്ക് താൻ ശ്രീരാമനെ അനുഗമിക്കുമെന്ന് സീത ശഠിച്ചു. സീതയെ പിന്തിരിപ്പിക്കാൻ ശ്രീരാമൻ കാനനവാസത്തിൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് പറയുന്നു. ക്ലേശങ്ങളെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളാണ്, അതിനെക്കുറിച്ച് പറയുന്നു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനത്തിലേക്ക് താൻ ശ്രീരാമനെ അനുഗമിക്കുമെന്ന് സീത ശഠിച്ചു. സീതയെ പിന്തിരിപ്പിക്കാൻ ശ്രീരാമൻ കാനനവാസത്തിൻ്റെ ക്ലേശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്തെല്ലാമാണ് പറയുന്നത്? മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനത്തിലേക്ക് താൻ നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ശ്രീരാമൻ സീതയോട് പറയുന്നു. സിംഹം, കടുവ, പന്നി, കാട്ടുപോത്ത് തുടങ്ങിയ ക്രൂര മൃഗങ്ങൾ നിറഞ്ഞതാണ് വനം. മനുഷ്യഭോജികളായ രാക്ഷസർ അവിടെയുണ്ട്. അവയെ കണ്ടാൽ ആരും ഭയന്നു പോകും. സ്ത്രീകളുടെ കാര്യം വിശേഷിച്ചു പറയേണ്ടതില്ലല്ലോ. എരിവും പുളിയും ചവർപ്പുമുള്ള ഫലമൂലാദികളാണ് ഉള്ളത്. അവിടെ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് കിട്ടുക എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കൊട്ടാരത്തിൽ ലഭിക്കുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ, ആഹാരങ്ങളൊന്നും തന്നെ അവിടെ ലഭിക്കില്ല. അതൊക്കെയാണല്ലോ സീതയ്ക്ക് ഭക്ഷിച്ച ശീലം. അതുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന്, വിഭവങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് ശ്രീരാമൻ സൂചിപ്പിക്കുന്നു. ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നതും ഗുഹകളും അതോടൊപ്പം തന്നെ ചരൽ കല്ലുകൾ കൊണ്ട് നിറഞ്ഞതുമായ വഴികളിലൂടെ യാത്ര അത്യന്തം ക്ലേശമാണ്, ബുദ്ധിമുട്ടാണ്. ദുഷ്കരമായ കാലാവസ്ഥയിൽ കാനനത്തിലൂടെ കാൽനടയായി പോകുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദുഷ്കരമായ കാലാവസ്ഥയിൽ കാനനത്തിലൂടെ കാൽനടയായി പോകുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണെന്ന് സൂചിപ്പിക്കുന്നു. ദുഷ്ടരായ രാക്ഷസരെ കണ്ടാൽ നീ ഭയന്നു പോകും. അതിനാൽ അമ്മയെ പരിചരിച്ച് കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് സീതയ്ക്ക് നല്ലതെന്ന് രാമൻ അവളെ ഉപദേശിക്കുന്നു. 14 കഴിഞ്ഞാൽ തിരിച്ചെത്തുമെന്ന് അദ്ദേഹം സീതയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. അതേ സെക്ഷനിൽ വരുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, വനവാസത്തിൻ്റെ ക്ലേശങ്ങൾ തന്നെ ബാധിക്കില്ലെന്ന് സീത സമർത്ഥിച്ചത് എങ്ങനെയാണ്? അതായത് ശ്രീരാമനെ അനുഗമിക്കാൻ തയ്യാറായി സീത നിൽക്കുകയാണ്, അദ്ദേഹത്തോടൊപ്പം പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ശ്രീരാമൻ്റെ വാക്കുകളൊന്നും സീത ഇവിടെ കേൾക്കുന്നില്ല. അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. അതിന് സീത പറഞ്ഞ വാക്കുകൾ എന്തെല്ലാമാണ്? തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് അവൾ സമർത്ഥിച്ചത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങയുടെ പതിവ്രതയായ ധർമ്മപത്നിയാണ് ഞാൻ. അങ്ങല്ലാതെ എനിക്ക് മറ്റാരും ആശ്രയമില്ല. അങ്ങയുടെ പാദ ശുശ്രൂഷാവ്രതം മുടക്കുവാൻ എനിക്ക് ആവില്ല. അങ്ങയുടെ സമീപത്ത് എപ്പോഴും വസിക്കുന്ന എന്നെ ഉപദ്രവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എൻ്റെ ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം അതെന്തായാലും എനിക്ക് അമൃത സമാനമാണ്. ഭർത്താവിനൊപ്പം നടക്കുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ പൂവിരിച്ചതിന് തുല്യമാണ്. താൻ കാരണം വനയാത്രയിൽ അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഭർത്താവിനോടൊപ്പം നടക്കുമ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ പൂവിരിച്ചതിന് തുല്യമാണെന്ന് സീത പറയുകയാണ്. പിന്നെ താൻ മൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നും സൂചിപ്പിക്കുന്നു. ഭർത്താവിനോടൊപ്പം എനിക്ക് വനവാസം ചെയ്യേണ്ടി വരുമെന്ന് പണ്ട് ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നതാണ്. സീതയെ കൂടാതെ ശ്രീരാമൻ വനത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നും അവൾ ചോദിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് പുരുഷന് നിലനിൽപ്പുണ്ടോ? ചിന്തിച്ചാൽ പ്രകൃതിയും പുരുഷനും ഒന്നുതന്നെയാണ്. ദമ്പതികൾ അവസാന കാലത്തും പിരിയാത്തവരാണ്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചങ്ങ് കാനനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും. അങ്ങനെ പതിവ്രതോചിതമായ വാക്കുകൾ കൊണ്ട് സീത രാമൻ്റെ മനസ്സ് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചില വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചില വാക്യങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. അത് അച്ചടി പിശകായി കണക്കാക്കുക. അത് ബുക്കിലേക്ക് എഴുതുന്നവർ അത് തിരുത്തി എഴുതാനായി ശ്രദ്ധിക്കുക.